Good evening, students. Today we are here to study a new gland, that is parathyroid gland. From the name itself, we can see these parathyroid glands are situated exactly on the sides of the thyroid. We have got 4 thyroid glands. Parathyroid glands are 4 small glands of the endocrine system which regulate the calcium in our bodies. Parathyroid glands' main function is regulation of calcium. All other many of the metabolisms are being controlled by thyroid, but this calcium levels are maintained by parathyroid gland. The parathyroid glands are located in the neck behind the thyroid. പോസ്റ്റീരിയർ ആയിട്ടാണ് തൈറോയിഡിന് പോസ്റ്റീരിയർ ആയിട്ടാണ് 4 പാരാതൈറോയിഡ് ഗ്ലാൻസ്, അതായത് തൈറോയിഡിൻ്റെ അപ്പർ പോളിൽ 2 എണ്ണം, ലോവർ പോളിൽ 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 4 പാരാതൈറോയിഡ് ഗ്ലാൻസ് ആണ്. സ്മോളർ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തൈറോയിഡക്ടമി സർജറി കണ്ടീഷനകത്ത് ആക്സിഡൻ്റലി പലരും ഇതൊരു തൈറോയിഡിൻ്റെ വേറെ ലോബാന്ന് വിചാരിച്ചിട്ട് പാരാതൈറോയിഡ് അതിൻ്റെ കൂടെ തന്നെ റിമൂവ് ചെയ്യും. പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഹൈപ്പോകാൽസീമിയ ഡെവലപ്പ് ചെയ്യും, ടെറ്റനി പോലത്തെ കണ്ടീഷൻസ്. So, parathyroid glands are 4 small glands of the endocrine system which regulate the calcium in our bodies, and the parathyroid glands are located in the neck behind the thyroid, where they continuously monitor and regulate the blood calcium levels. Blood calcium levelsൻ്റെ കൂടെ തന്നെ ഫോസ്ഫേറ്റിൻ്റെ ലെവലും വരും. അതിൻ്റെ റിലേഷൻസ് പറഞ്ഞുതരും. ഇതാണ് ഡയഗ്രാം. സോ തൈറോയിഡിൻ്റെ 2 അപ്പർ ആയിട്ടുള്ള ഓവറിൽ അങ്ങനെ 2 സെറ്റ്, അതായത് 1 2 3 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. ദെൻ പാരാതൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. പാരാതൈറോയിഡ് ഹോർമോൺ അത് റെഗുലേറ്റ് ചെയ്യുന്നത് കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസത്തിലാണ്. കാൽഷ്യത്തിൻ്റെ ലെവൽസ്, ബോഡിയിലുള്ള ലെവൽസ്, കാൽഷ്യത്തിൻ്റെ ലെവൽ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പാരാതൈറോയിഡിൻ്റെ പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ. അതേപോലെ തന്നെ കാൽഷ്യത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ തൈറോയിഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, സെക്രീറ്റഡ് ബൈ ദ സി സെൽസ്, ദാറ്റ് ഈസ് കാൽസിറ്റോണിൻ. Now coming to the parathyroid hormone. Parathyroid hormone short form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PTH ആണ്. The parathyroid structure is a single chain polypeptide containing 84 amino acids. പോളിപെപ്റ്റൈഡ് ഹോർമോണാണ്, പോളിപെപ്റ്റൈഡ് ഹോർമോണാണ്. കണ്ടെയ്നിങ് 84 amino acids. അമിനോ ആസിഡ്സിൻ്റെ നമ്പർ ഓർത്ത് വെക്കണം. കണ്ടെയ്നിങ് 84 amino acids. The biological activity, especially the calcium regulating ability of the parathyroid hormone, resides in the N terminal of the molecule. അത് N terminalലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ എബിലിറ്റി ടു കൺട്രോൾ ദ കാൽഷ്യം, ആ റെഗുലേഷൻ ഓഫ് കാൽഷ്യം. നെക്സ്റ്റ് കമ്മിങ് ടു ദ സിന്തസിസ്, സെക്രീഷൻ ആൻഡ് മെറ്റബോളിസം. പാരാതോർമോണെ സംബന്ധിച്ച് അതിൻ്റെ സിന്തസിസും സെക്രീഷനും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മറ്റേ തൈറോയിഡിനെ പോലെ, പക്ഷെ എന്നാലും നമ്മൾ ബേസിക് ആയിട്ടുള്ളത് അറിഞ്ഞിരിക്കണം. സോ പാരാതൈറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിന്തസൈസ്ഡ് ഫ്രം ദ ലാർജർ പ്രിക്കസർ മോളിക്യൂൾ കോൾഡ് പ്രീ-പ്രോ പാരാതോർമോൺ. പ്രീ-പ്രോ പാരാതോർമോൺ എല്ലാ ഹോർമോണിനെ പോലെ തന്നെ ഒരു പ്രീ ഫോം ഉണ്ട്, പ്രീ-പ്രോ പാരാതോർമോൺ. പിന്നെ അതിൻ്റെ ഓരോ അമിനോ ആസിഡ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് അതിന് പാരാതോർമോൺ ആവുന്നത്. ദ ലീഡർ സീക്വൻസ് കണ്ടെയ്നിങ് 25 അമിനോ ആസിഡ്സ് ഈസ് റിമൂവ്ഡ് ഫ്രം അമിനോ ആസിഡ് ടെർമിനൽ ഇൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ടു ഫ്രോം പ്രോ പാരാതോർമോൺ. അപ്പോൾ ആദ്യം പ്രീ-പ്രോ പാരാതോർമോൺ, ദെൻ പ്രോ പാരാതോർമോൺ, പിന്നെ പാരാതോർമോൺസ്. Then in the Golgi apparatus, another 6 amino acids are removed from the amino acid terminal to form the parathyroid hormone, that is parathormone containing 86 amino acids. Then the parathormone is then packaged and stored in the granules of chief cells. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് കണ്ടെയ്നിങ് 2 ടൈപ്പ് ഓഫ് സെൽസ്. അതാണ് ഫസ്റ്റ് വൺ ചീഫ് സെൽസ്, മറ്റേ ഓക്സിഫിൽ സെൽസ് ആണ്. അപ്പോൾ ചീഫ് സെൽസിൻ്റെ ഫംഗ്ഷനാണ് എന്ത്? സെക്രീഷൻ ഓഫ് പാരാത് ഹോർമോൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഓക്സിഫിൽ സെൽസ് എന്ന് പറയുന്ന സെൽസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ഇതുവരെ അത് എക്സാക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അതും കുറച്ച് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ദർ ആർ 2 ടൈപ്പ് ഓഫ് സെൽസ്. നമ്മളിപ്പോൾ GITയിൽ പഠിച്ച പോലെ തന്നെ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് സെൽസ്, ചീഫ് സെൽസ് ആൻഡ് അവിടുത്തെ ഓക്സിൻറ്റിക് സെൽസ് എന്ന് പറയും. മറ്റേത് ഇവിടെ എന്താണ്? ചീഫ് സെൽസ് ആൻഡ് ഓക്സിഫിൽ സെൽസ്. 2 ടൈപ്പ് ഓഫ് സെൽസ്. ഇനി ഇതിൻ്റെ സെക്രീഷൻ, ഇപ്പോൾ ഈ പാരാത് ഹോർമോണിൻ്റെ മെയിൻ ഫംഗ്ഷൻ ആണ് കാൽഷ്യം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ലെവൽ അനുസരിച്ചിരിക്കും പാരാത് ഹോർമോണിൻ്റെ ലെവൽ. അതായത് കാൽഷ്യത്തിൻ്റെ ലെവലും പാരാത് ഹോർമോണിൻ്റെ ലെവലും ഇൻവേഴ്സ് റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത്. അതായത് ഒരാളിൽ ഹൈപ്പോ കാൽസ്യമി ആണെങ്കിൽ പാരാത് ഹോർമോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, ഒരാളിൽ ഹൈപ്പർ കാൽസ്യമി ആണെങ്കിൽ പാരാത് ഹോർമോണിൻ്റെ ലെവൽ കുറവായിരിക്കും. അത് ഇൻവേഴ്സ് റിലേഷനാണ് കീപ്പ് ചെയ്യുന്നത്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഹോർമോൺ അല്ല, അത് വൈറ്റമിൻ ഡിൻ്റെ ആക്ഷനാണ്. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത് പാരാത് ഹോർമോണിനെ, കാൽഷ്യം ലെവൽസ് ആൻഡ് വൈറ്റമിൻ ഡി ലെവൽ. ഇറ്റ് ഈസ് റെഗുലേറ്റഡ് മെയിൻലി ബൈ ദ പ്ലാസ്മ കാൽഷ്യം ആൻഡ് ദ വൈറ്റമിൻ ഡി.
The major regulator of parathormone secretion is the plasma calcium level, and they have an inverse relation. Number 1, with increased plasma concentration of ionized calcium, parathormone secretion decreases. The relationship is really linear between 2 to 3 milligram percentage of ionized plasma calcium level. It may be remembered that about 50% of total plasma calcium is present in ionized form. മറ്റേ ഫോമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീനായിട്ട് കമ്പൈൻ ചെയ്യാം, പിന്നെ ബോൺസിൻ്റെ അങ്ങനെ ആ ഒരു ഫോംസിൽ നമുക്ക് കാണാൻ പറ്റും. കൺവേഴ്സ്ലി, വിത്ത് ഡിക്രീസ്ഡ് പ്ലാസ്മ കാൽഷ്യം പാരാഥോർമോൺ സെക്രീഷൻ ഇൻക്രീസ്. അതായത് പാരാഥോർമോണിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷനാണ്. അത്ര ഓർത്ത് വെക്കുക. 2 ഫാക്ടേഴ്സാണ് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് പാരാഥോർമോൺ റെഗുലേറ്റ് ചെയ്യുന്നത് കാൽഷ്യം ലെവലും, രണ്ടാമത് വൈറ്റമിൻ ഡിൻ്റെ ലെവൽസുമാണ്. ഇനി എൻ്റെ സെക്രേഷൻ റെഗുലേഷൻ വേറെ എണ്ണം പറയുകയാണ്. റീസെൻ്റ്ലി റിസപ്റ്റേഴ്സ് ഫോർ സെൻസിങ് പ്ലാസ്മ കാൽഷ്യം, ദ കാൽഷ്യം സെൻസിങ് റിസപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. CASR പാരാഥോർമോണിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ്. സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിസപ്റ്റേഴ്സ്, അതായത് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ കാൽഷ്യത്തിൻ്റെ പ്ലാസ്മയിലുള്ള കാൽഷ്യത്തിൻ്റെ ലെവൽ മോണിറ്റർ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിനകത്തുള്ള റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ്, ദാറ്റ് ഈസ് കാൽഷ്യം സെൻസിങ് റിസപ്റ്റേഴ്സ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഓൺ ദ മെംബ്രെയിൻ ഓഫ് ദ ചീഫ് സെൽസ്. ചീഫ് സെൽസ് ആണ് മെയിനായിട്ട് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. Then IP3 and DAG release calcium from the cytosolic stores and activate protein kinase C that inhibit the parathormone secretion. നമ്മൾ ഈ G പ്രോട്ടീൻ പറഞ്ഞിട്ടുണ്ട് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോൺ, സെക്കൻഡ് മെസ്സഞ്ചർ സിസ്റ്റം, അതിൽ വരുന്നതാണ് ഈ IP3 DAG ഒക്കെ. തന്നെ അതേപോലെ തന്നെയുള്ള കാൽഷ്യത്തിൻ്റെ ഇൻക്രീസ്ഡ് ലെവൽ ഉണ്ടെങ്കിൽ ഹോർമോൺ സെക്രീഷൻ കുറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ ഈ ജസ്റ്റാ ഗ്ലോമുലാർ സെൽസിൻ്റെ റെനിൻ സെക്രീഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് ഇതേപോലെ കാൽഷ്യത്തിൻ്റെ ലെവൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ഇൻഹിബിറ്റ് ദ പാരാഥോർമോൺ സെക്രീഷൻ ബൈ ഡിക്രീസിങ് ദ ഫോർമേഷൻ ഓഫ് പ്രീ-പ്രോ പാരാഥോർമോൺ mRNA. അതായത് ഇത് സിന്തസിസിൽ പറഞ്ഞു, ആദ്യം പ്രീ-പ്രോ പാരാഥോർമോൺ ആയിരുന്നു, പിന്നെ എന്തായിരിക്കും അത് പാരാഥോർമോണായിട്ട് പ്രീ-പ്രോ പാരാഥോർമോൺ, പിന്നെ പ്രോ പാരാഥോർമോൺ, പിന്നെ പാരാഥോർമോൺ. സോ ഈ വൈറ്റമിൻ ഡി ഇൻഹിബിറ്റ് ദ പാരാഥോർമോൺ സെക്രീഷൻ ബൈ ഡിക്രീസിങ് ദ ഫോർമേഷൻ ഓഫ് പ്രീ-പ്രോ പാരാഥോർമോൺ mRNA. ദെൻ അതർ ഫാക്ടേഴ്സ്, ഇത് 2 ഫാക്ടേഴ്സ് പറഞ്ഞു, വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം ലെവൽസ്. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫാങ്ഷനാണ്, ഇതിൻ്റെയൊക്കെ സബായിട്ട് വരുന്നതാണ് പ്ലാസ്മ ഫോസ്ഫേറ്റ്. അതായത് കാൽഷ്യം നമ്മൾ കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്താ ചെയ്യുക, ഫോസ്ഫേറ്റിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ആ അയോണിക് ബാലൻസ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യത്തിനെ എടുക്കുകയാണെങ്കിൽ ഫോസ്ഫേറ്റിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. So the plasma phosphate. A rise in plasma phosphate stimulates PTH secretion by lowering plasma calcium and inhibiting the formation of 1,2,5 dehydroxycholecalciferol. 1,2,5 dehydroxycalciferol എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആണ് കേട്ടോ. The normal plasma parathormone level is 10 to 60 pg per ml, and then normal level. Then the mechanism of action of parathormone, they have got 3 receptors, type 1, type 2 and type 3 receptors. ഈ ചീഫ് സെൽസിനകത്തുള്ള റിസപ്റ്റേഴ്സിൻ്റെ പേരെന്താണ്, കാൽഷ്യം സെൻസിങ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ്. കാൽഷ്യത്തിൻ്റെ ലെവൽസ് മോണിറ്റർ, അപ്പോൾ കാൽഷ്യം സെൻസിങ് റിസപ്റ്റേഴ്സ്. Therefore, the binding of the parathormone with the receptors activate both adenyl cyclase and the phospholipase C in the membrane. This result in activation of 2 signaling systems. ഇതൊക്കെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഹോർമോണിൽ പറഞ്ഞ അതാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യണത്, അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. Then the physiological action, the primary action of the parathormone to increase the level of calcium and decrease the level of phosphate in the plasma. അതാണ് primary ആയിട്ട് പഠിച്ചു വെക്കുന്നത്. The primary action to increase the calcium and to decrease the phosphate level in the plasma. This is achieved by the action of parathormone on 3 major target organs. Target organs 3 എണ്ണമാണ്. അതൊരെണ്ണം കിഡ്നി, ബോൺസ് ആൻഡ് GIT. കിഡ്നി, ബോൺസ് ആൻഡ് GIT. Parathormone increases the influx of calcium into the plasma. Parathormone increases the influx of calcium into the plasma. But calcium and parathormone keeping an inverse relation. Then, by acting on the bones and intestine, it increases the phosphate influx, but it counterbalanced by its action on kidney, where it increases the phosphate efflux. അതായത് അബ്സോർബ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്ന അതേസമയം തന്നെ ഈ കിഡ്നീനകത്ത് ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ യൂറിനിലൂടെ കളയുന്നത് അത് അതേസമയം കൂട്ടുകയും ചെയ്യും. ദെയർഫോർ ഫൈനലി ദ പ്ലാസ്മ ഫോസ്ഫേറ്റ് കോൺസെൻട്രേഷൻ ഡിക്രീസസ്. അബ്സോർബ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. ഈ പാരാഥോർമോണിൻ്റെ എഫക്റ്റാണത്. അപ്പോൾ പ്ലാസ്മ ലെവൽസിൽ പ്ലാസ്മ കാൽഷ്യം ലെവൽ കൂട്ടുകയും ചെയ്യും, എന്നാൽ ഫോസ്ഫേറ്റ് ലെവൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. The action on kidney, the
Parathormone receptors are present on the basolateral membrane of the epithelial cells of proximal and distal convoluted tubule. Parathormone കാൽഷ്യത്തിന് അബ്സോർബ് ചെയ്യുന്ന മെയിനായിട്ട് പ്രോക്സിമൽ കൺവോൾറ്റഡ് ട്യൂബ്യൂളിലും ഇതിൻ്റെ മെയിൻ ആക്ഷൻ കാണിക്കുന്നത് ഡിസ്റ്റൽ കൺവോൾറ്റഡ് ട്യൂബ്യൂൾസിലും കുറച്ച് കളക്റ്റിംഗ് ഡക്റ്റിലാണ്. ഇപ്പോൾ മെയിനായിട്ട് എല്ലാം അബ്സോർബ് ചെയ്യുന്ന പ്രോക്സിമൽ കൺവോൾറ്റഡ് ട്യൂബിളാണ്. പിന്നെ പാരാഥോർമോണിൻ്റെ സ്പെഷ്യൽ ആക്ഷൻ വരുന്നത് നമ്മൾ പ്രത്യേക ടൈപ്പ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കാണിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൽ കൺവോൾറ്റഡ് ട്യൂബിളിൽ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഡിസ്റ്റൽ കൺവോൾറ്റഡ് ട്യൂബിളിലും പിന്നെ കളക്റ്റിംഗ് ഡക്റ്റിലാണ്. ദെൻ the parathormone has three major effects on kidney. Number 1, increased reabsorption of calcium. Calcium level കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, കിഡ്നിയിൽ നിന്ന് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാം. ആൻഡ് ഡിക്രീസ്ഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഇൻക്രീസ്ഡ് കാൽഷ്യം ഫോസ്ഫേറ്റും ഇൻവേഴ്സ് റിലേഷൻ ആയിട്ട് പറയാം. അതായത് കാൽഷ്യം കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് അതിനെ കൺസിക്വൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ടാവും, ദർ ഈസ് ഇൻക്രീസ്ഡ് എക്സ്ക്രീഷൻ ഓഫ് ഫോസ്ഫേറ്റ്, അതായത് ഡിക്രീസ്ഡ് റീഅബ്സോർപ്ഷൻ ഓഫ് ഫോസ്ഫേറ്റ് ആൻഡ് സ്റ്റിമുലേഷൻ ഓഫ് 1,2,5 ഡീഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ. ഡീഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവേറ്റഡ് ഫോം ഓഫ് വൈറ്റമിൻ ഡി ആണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം. ഇതിനകത്തുനിന്ന് ഫുഡിൽ നിന്നൊക്കെ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഡി ആണ്. The increased absorption of calcium, normally 65% of filtered calcium is reabsorbed in the proximal tubules. Main ആയിട്ടുള്ള reabsorption 65%ഉം proximal tubules ആണ്. 25% in the thick ascending limb of loop of Henle and 5 to 10% in the distal tubule. Distal tubule ആണ് ഇതിൻ്റെ പ്രത്യേകതരം റിസപ്റ്റേഴ്സും ഇതൊക്കെ ആക്ട് ചെയ്യുന്നത്. Then the parathormone increases the calcium reabsorption from the kidney mainly by acting on the distal tubule and the thick ascending limb of loop of Henle. Thus parathormone action on kidney decreases the calcium excretion to very minimal quantity. അതായത് കാൽഷ്യം റീഅബ്സോർപ്ഷൻ മാക്സിമൈസ് ചെയ്യും, അതിൻ്റെ എക്സ്ക്രീഷൻ കുറയ്ക്കുകയും ചെയ്യും. അതേ ടൈമും ഫോസ്ഫേറ്റിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുകയും ചെയ്യും. The parathormone action on kidney is relatively rapid, that the plasma calcium level increases within minutes following its injection. Then parathormone also increases the formation of 1,2,5 dehydroxycholecalciferol, which is the activated form of vitamin D, which in turn increases the calcium absorption from distal tubule of kidney. ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ പഠിപ്പിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ് ഫോർമേഷൻ അല്ലെങ്കിൽ സിന്തസിസ് ഓഫ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ നമുക്ക് സ്കിന്നിൽ നിന്ന് ഫോം ചെയ്യുന്നതിൻ്റെ എന്താണ് ഡീആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫോമാണ്. ആ കൊളസ്ട്രോളിൽ നിന്ന് ഉണ്ടാക്കുന്ന അതിൻ്റെ ഡീആക്ടിവേറ്റഡ് ഫോം തന്നെ ആക്ടിവേറ്റഡ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോഴും കിഡ്നിയിൽ വെച്ച്. അപ്പോൾ മെയിനായിട്ട് സിന്തസിസ് ചെയ്യുന്ന ആക്ടിവേറ്റ് ചെയ്യുന്നത് എവിടുന്നാണ്, അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കിഡ്നിയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ആക്ടിവേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ 1,2,5 dehydroxy cholecalciferol, which in turn increases the calcium absorption from distal tubule of the kidney. The decreased reabsorption of phosphate, the parathormone decreases the reabsorption of phosphate mainly by acting on proximal tubule. അപ്പോൾ നമ്മൾ പ്രോക്സിമൽ ട്യൂബ്യൂൾ കാൽഷ്യം 65% അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫോസ്ഫേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് പാരാഥോർമോൺ. ഇറ്റ് കോസസ് ഫോസ്ഫാറ്റ്യൂറിയ. അപ്പോൾ ഫോസ്ഫേറ്റിനെ കൂടുതലായിട്ട് ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതിൻ്റെ ഈ പാരാഥോർമോണിൻ്റെ ഒരു എഫക്റ്റാണ് ഫോസ്ഫാറ്റ്യൂറിയ. ബൈ ഡിക്രീസിംഗ് ദ പ്ലാസ്മ ഫോസ്ഫേറ്റ് കോൺസെൻട്രേഷൻ പാരാഥോർമോൺ പ്രിവെൻറ്റ്സ് കാൽഷ്യം ഫോസ്ഫേറ്റ് സോൾട്ട് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ കാൽഷ്യം ഫോസ്ഫേറ്റിൻ്റെ സോൾട്ട് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഹൈപ്പർ പാരാതൈറോയിഡിസം പോലത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് കാണുന്ന ഒരു ക്ലിനിക്കൽ കാണുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റോൺ ഫോർമേഷൻ. അത് ആൾക്കാരിൽ റീനൽ കാൽക്കുലി, മൂത്രത്തിൽ കല്ല് വരിക. അതായത് ഈ ഇതിന് ഈ ഫോസ്ഫേറ്റ് ഇതിനൊക്കെ എന്ത് ചെയ്യും, ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വലിയൊരു കാൽക്കുലസ് ഡെവലപ്പ് ചെയ്യും. ഈ റീനൽ കാൽക്കുലി ഉണ്ട്, അതായത് ഹൈപ്പർ പാരാതൈറോയിഡിസത്തിലാണ് ഈ സ്റ്റോൺസിൻ്റെ ഫോർമേഷൻ എക്സസ് ആയിട്ട് ഇതിങ്ങനെ കാണുന്നത്. The stimulation of 1,2,5 dehydroxycholecalciferol formation increases the calcium reabsorption from kidney and the calcium absorption from intestine and the calcium mobilization from bone. ഈ മൂന്ന് ആക്ഷനും ഈ 1,2,5 dehydroxycholecalciferol അതായത് വൈറ്റമിൻ ഡിക്ക് ഉണ്ട്. എന്തൊക്കെയാണ് ആക്ഷൻസ്? റീഅബ്സോർപ്ഷൻ ഫ്രം കിഡ്നി ഇൻക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ്ഡ് അബ്സോർപ്ഷൻ ഫ്രം ദ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ കാൽഷ്യം മൊബിലൈസേഷൻ ഫ്രം ദ ബോൺ. ദെൻ ആക്ഷൻ ഓഫ് ബോണിനകത്ത് നമുക്ക് പല ടൈപ്പ് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയും, ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയും. ഓസ്റ്റിയോബ്ലാസ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന സെൽസാണ്. ഓസ്റ്റിയോക്ലാസ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റിസോപ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഫ്ലൂയിഡിലോട്ട് കാൽഷ്യത്തിന് ബ്ലഡിലോട്ട് കാൽഷ്യം കിട്ടുന്നതിനാണ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ആൾക്കാരാണ് ഓസ്റ്റിയോബ്ലാസ്റ്റിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജെനിസിസിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുക. അപ്പോൾ പാരാഥോർമോണിൻ്റെ ആക്ഷൻ കൂടുതലായിട്ട് വരുന്നത് ആക്ഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആക്ഷനാണ്. ഇൻഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോബ്ലാസ്റ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ദെയർബൈ ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ളതാണ് പാരാഥോർമോണിൻ്റെ ആക്ഷൻ. ദ പാരാഥോർമോൺ ആക്ട്സ് ഓൺ ദ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആൻഡ് ദ ഓസ്റ്റിയോക്ലാസ്റ്റ്. ദസ് ഇറ്റ് ആക്ടിവേറ്റ്സ് ബോത്ത് ബോൺ സിന്തസിസ് ആൻഡ് ബോൺ റിസോപ്ഷൻ. രണ്ടെണ്ണത്തിന് രണ്ട് ഫംഗ്ഷനാണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്
bond synthesis, osteoclast എന്ന് പറഞ്ഞാൽ bond resorption. However, the net effect is increased bond resorption and excess mobilization of calcium and phosphate from bones to the plasma. നെറ്റ് എഫക്റ്റ് രണ്ടും ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതൽ എന്തായിരിക്കും, കൂടുതലായിട്ടുണ്ടാവുക ബോണ്ട് റിസോപ്ഷൻ ആയിരിക്കും. ദ നെറ്റ് എഫക്റ്റ് ഈസ് എക്സസ് മൊബിലൈസേഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റ് ഫ്രം ബോൺസ് ഇൻ ടു ദ പ്ലാസ്മ. ഇപ്പോൾ കാൽഷ്യത്തിൻ്റെ കൂടെ തന്നെ ഫോസ്ഫേറ്റിനെ മൊബിലൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഫോസ്ഫേറ്റ്സിൻ്റെ കിഡ്നിയിൽ എന്ത് ചെയ്യും, കൂടുതലായിട്ട് തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ യൂറിൻ ഫോസ്ഫാറ്റൂറിയ ഉണ്ടാവും. The stimulation of osteoclastic activity, this is a slower effect of parathormone in which it stimulates osteoclasts to resorb mineralized bonds. In this process, both calcium and phosphates are transferred into extracellular fluid. ദ ബോൺ മെട്രിക്സ് ഇനി നമുക്ക് ആ ഫ്ലൂയിഡിലോട്ട് കാൽഷ്യം കൊണ്ടുവരുന്നതാണ്. അത് ബോൺ മെട്രിക്സിനകത്തുള്ള കാൽഷ്യത്തിനെയൊക്കെ കൊളാജിനേസ് ലൈസോസോമൽ എൻസൈംസിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഇത് ഹൈഡ്രലൈസ് ചെയ്ത് കാൽഷ്യത്തിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ദ ബോൺ മെട്രിക്സ് ഈസ് ഹൈഡ്രലൈസ്ഡ് ബൈ ദ കൊളാജിനേസ് ആൻഡ് ദ ലൈസോസോമൽ എൻസൈംസ്. Parathormone increases the number and size of osteoclast and also the synthesis of RNA in osteoclast. Osteoclastic cells-ന്റെ റീപ്രൊഡക്ഷന് വേണ്ടി ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ RNA സിന്തസിസ് കൂട്ടും. ദ parathormone also stimulate the differentiation of precursor cells. ഈ ഓസ്റ്റിയോക്ലാസ്റ്റിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിസ്ട്രക്ട് ചെയ്യുന്ന സെൽസാണ്, ഫാഗോസൈറ്റിക് സെൽസാണ്. അപ്പോൾ ആ സെൽസ് ഏതൊക്കെയാണ്, മോണോസൈറ്റ്സ്, മാക്രോഫിറ്റ്സ് എക്സെട്ര, അതാണ് അതിൻ്റെ പ്രിക്കസർ സെൽസ്. സോ ദ പാരാതൈറോയ്ഡ് parathormone also stimulates the differentiation of precursor cells. കൂടുതൽ മോണോസൈറ്റ്സിനെയും മാക്രോഫേജസിനെയും ഒക്കെ ഓസ്റ്റിയോക്ലാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. നമ്മൾ ഈ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സിസ്റ്റത്തിൽ പറഞ്ഞ സാധനമാണ് ഈ ഓസ്റ്റിയോക്ലാസ്റ്റ്. ബോണിൽ കാണുന്ന ആ സെൽസാണ് ഓസ്റ്റിയോക്ലാസ്റ്റ്. Under the influence of parathormone, giant osteoclasts are formed that cause the resorption of larger areas of bone. That create large resorption cavity. ആ ബോണിനകത്തുള്ള കാൽഷ്യത്തിന് മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ ഒരു ലാർജ് കാവിറ്റി ഡെവലപ്പ് ചെയ്യും. Then the stimulation of osteolysis. Next, first increasing the activity of osteoclasts ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേഷൻ ഓഫ് ഓസ്റ്റിയോലൈസിസ്, ബോണിൻ്റെ ലൈസിസ്, അതായത് ഓസ്റ്റിയോസൈറ്റ്സ് നിന്ന് കാൽഷ്യത്തിനെ ലൈസസ് ചെയ്തെടുക്കുന്നതാണ്. The parathormone activates the process of osteolysis. അത് ഓസ്റ്റിയോസൈറ്റ്സിൽ നിന്ന് അതിനെ ലൈസസ് ചെയ്യാണ്. In this the process, the calcium is transferred from the bone fluid into the osteocyte and then from osteocyte into the osteoblast. Osteoblast then pump the calcium into the extracellular matrix. The calcium is also pumped into the extracellular fluid. The parathormone also acts on osteoblast. Parathormone inhibits synthesis of collagen by osteoblast at a higher concentration. ഈ കൊളാജനാണ് പിന്നീട് ഓസ്റ്റിയോസൈറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ബോണായിട്ട് അങ്ങനെയാണ് ബോണിൻ്റെ ഫോർമേഷൻ. അപ്പോൾ ആ ഫോർമേഷൻ ഇത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ആണെങ്കിലും അത് ത്രൂ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റിൽ സ്റ്റിമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് ഓസ്റ്റിയോക്ലാസ്റ്റിലേക്ക് പോകുന്നത്. ഇൻഡയറക്റ്റ് ആക്ഷനാണ്. However, at lower doses, parathormone increases the osteoblastic activity and increases collagen synthesis, especially trabecular bone mass is increased. This anabolic effect is mediated by increased secretion of insulin-like growth factors and transforming growth factors. Therefore, the net effect of parathormone on bone is increase in bone mass in note lower concentration ഉള്ള പാരാഥോർമോൺ ഇൻക്രീസ് ആണെങ്കിൽ ബോൺ മാസ് കൂടും. പക്ഷേ ഹയർ ലെവലിലും പാരാഥോർമോൺ കൂടുതലായിട്ട് കൂടുന്ന കണ്ടീഷനിലാണെങ്കിൽ എന്തായിരിക്കും, ബോൺ റിസോപ്ഷൻ ആയിരിക്കും കൂടുതൽ. രണ്ട് ആക്ഷനും പാരാഥോർമോൺ ഉണ്ട്. പക്ഷേ ലോവർ ലെവലിൽ പാരാഥോർമോണാണ് അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ബോൺ ഗ്രോത്ത് ആയിരിക്കും, അതായത് എസ്പെഷ്യലി ട്രാബിക്കുലർ ബോൺ ഫോർമേഷൻ ആയിരിക്കും. പക്ഷേ ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പാരാഥോർമോൺ ആണെങ്കിൽ അവിടെ ബോൺ റിസോപ്ഷൻ ആയിരിക്കും കൂടുതൽ. ഇനി അതിൻ്റെ നമുക്ക് ഇതിൻ്റെ കുറേ അപ്ഡേറ്റ് ആയിട്ട് പറയുമ്പോൾ രണ്ട് തരം ഹൈപ്പർ പാരാതൈറോയിഡ്സ് ഉണ്ട്. പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡ്സ് ഉണ്ട്, സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡ്സ്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാരാതൈറോയിഡിൻ്റെ തന്നെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് ഈ പാരാതൈറോയിഡിസം ഡെവലപ്പ് ചെയ്യും, ഹൈപ്പർ പാരാതൈറോയിഡിസം. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡിസീസ് കാരണം ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാകുന്നതാണ്. In primary hyperparathyroidism due to parathyroid adenoma അവിടെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ്, ഹൈപ്പർ കാൽസീമിയ ഉണ്ടാവാം, ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറയാം, കാൽഷ്യം കൂടാം. പിന്നെ ഹൈപ്പർ കാൽസ്യൂറിയ, കൂടുതലായിട്ട് എന്തായിരിക്കും കാൽഷ്യം ഉണ്ടാവും, അത് കുറേയൊക്കെ ഫിൽട്ടർ ചെയ്ത് അപ്പോൾ ലോഡ് ഓഫ് കാൽഷ്യം കൂടും, അതുകൊണ്ട് തന്നെ സ്റ്റോൺ ഫോർമേഷൻ ആൻഡ് റീനൽ കാൽക്കുലി ആർ യൂഷ്വലി സീൻ. Then the areas of osteoclastic hyperactivity and bone resorption are present along with excessive and disorganized trabecular bone formation. ബോൺസിന് കൂടുതലായിട്ട് റിസോപ്ഷൻ നടക്കും. അങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ഡിസോർഗനൈസ്ഡ് ആയിരിക്കും ഈ ബോണിൻ്റെ സിസ്റ്റം, ഡിസോർഗനൈസ്ഡ് ട്രബിക്കുലർ ബോൺ ഫോർമേഷൻ.
ഇനി ഹൈപ്പോ പാരാതൈറോയിഡിസം ആണ് കണ്ടീഷൻ. അപ്പോൾ എന്താണ് എന്തായിരിക്കും സംഭവിക്കുക? ബോൺ റിസോപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ബോണിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യും. ഇൻ ഹൈപ്പോ പാരാതൈറോയിഡിസം ജനറലി ബോൺ മാസ്, അങ്ങനെ തന്നെ ബോൺ മാസ് ഇൻക്രീസ് ചെയ്യും. ഇനി ആക്ഷൻ ഓഫ് GIT. 3 ആക്ഷനാണ് പറഞ്ഞത്: ബോൺസ്, GIT ആൻഡ് കിഡ്നി. അപ്പോൾ കിഡ്നിയിൽ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുക, ഫോസ്ഫേറ്റിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുക, കാൽഷ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂടും, ഫോസ്ഫേറ്റിൻ്റെ റീഅബ്സോർപ്ഷൻ കുറയും, ഫോസ്ഫേറ്റിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുകയും ചെയ്യും. Action on GIT: acting on intestine parathormone increases the absorption of calcium. However, this effect is mostly indirect and mediated through അതിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് വൈറ്റമിൻ ഡിൻ്റെ ആക്ടിവേറ്റഡ് ഫോം. ഈ ആക്ടിവേറ്റഡ് ഫോം ചെയ്യുന്നത് എവിടെയാണ്? കിഡ്നിയിൽ വെച്ചിട്ടാണ്. അതാണ് ആക്ടിവേറ്റഡ് ഫോമാണ് 1,2,5-dihydroxycholecalciferol, which is formed in the kidney by parathormone. Thus, the overall effect of parathormone are to increase the plasma level of calcium and decrease the plasma level of phosphate. അതാണ് പോയിന്റ്. ഓവറോൾ എഫക്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻക്രീസസ് ദ പ്ലാസ്മ ലെവൽ ഓഫ് കാൽഷ്യം ആൻഡ് ഡിക്രീസസ് ദ പ്ലാസ്മ ലെവൽ ഓഫ് ഫോസ്ഫേറ്റ്. 2 തരം ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാവും. എന്താണ്? പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം ഉണ്ടാവും, സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തന്നെ ഡിസീസ് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഡിസീസ് കൊണ്ട് പിന്നീട് ഉണ്ടാകുന്ന കണ്ടീഷൻസ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പ്രൈമറിയുടെ കുറേ അവിടെ ട്യൂമേഴ്സ് ഉണ്ടാവും. അത് MEN, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേഷ്യ എന്നാണ്, MEN സിൻഡ്രോം. അതൊക്കെ ഇതാണ് കേട്ടോ, അപ്ലൈഡ് ആണ്. പിന്നെ ഇനിയത്തെ സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡിസീസ്, ഇപ്പോൾ ലൈക്ക് കിഡ്നി ഡിസീസ് ആവാം, കിഡ്നിയിൽ ഉണ്ടാകുന്ന ഡിസീസ് ആവാം. കിഡ്നിക്ക് എന്തെങ്കിലും ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അബ്സോർപ്ഷൻ നടക്കില്ല, കാൽഷ്യത്തിൻ്റെ ഫംഗ്ഷൻ നടക്കില്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പോൾ അത് ഒന്നുകിൽ കിഡ്നിയുടെ ഡിസീസ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറഞ്ഞ ആൾക്കാർ, അതായത് റിക്കറ്റ്സ്. In this disease, the chronic hypocalcemia causes increased secretion of parathormone and this result in secondary hypertrophy of parathyroid glands. അപ്പോൾ ഇവരിൽ എന്തായിരിക്കും? ഈ കിഡ്നിക്ക് ഡിസീസ് ഉള്ള ആൾക്കാരിലും ഇവരിലൊക്കെ എന്ത് ചെയ്യും? അവരുടെ കാൽഷ്യം ലെവൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് അവരിൽ പാരാഥോർമോൺ സെക്രീറ്റ് ചെയ്യും. അതുകൊണ്ട് സെക്കൻഡറി ഹൈപ്പർ പാരാതൈറോയിഡിസം. ഇനി ഹൈപ്പോ പാരാതൈറോയിഡിസം. ഹൈൻഡർസൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫംഗ്ഷൻ തന്നെ കാൽഷ്യം റെഗുലേഷൻ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറവായിരിക്കും. ഹൈപ്പോ കാൽസീമിയ ആൻഡ് ഇൻക്രീസ്ഡ് ബോൺ ഡെൻസിറ്റി ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ കാൽസീമിയ ആൻഡ് ഇൻക്രീസ്ഡ് ബോൺ ഡെൻസിറ്റി കൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോൺ റിസോപ്ഷൻ നടക്കുന്നില്ല. മറ്റു സ്ഥലത്ത് ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് പാരാത്തോർമോണാണ്. ഇവിടെ അങ്ങനെ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബോൺ തിക്കൻ ചെയ്തിട്ടിരിക്കും. ഇനി നമുക്കിതിൻ്റെ പ്രസൻറ്റേഷനാണ്. ഹൈപ്പോ കാൽസിമിക് ടെറ്റനി മസിൽസിലുള്ളതാണ്, മറ്റത് ബോൺസിലാണ്, ഇത് മസിൽസിൽ നമുക്ക് ടെറ്റനി ഉണ്ടാവും. നമ്മൾ വിചാരിക്കും എന്താണ് കാൽഷ്യം ഇവരിൽ എന്താണ്? ഹൈപ്പോ ആണ്, എന്നിട്ട് ഇവർക്ക് ടെറ്റനി. കാൽഷ്യം ഉണ്ടെങ്കിലല്ലേ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നത്. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മസിൽസ് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം പമ്പ് ചെയ്യുന്നതും അവിടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഗേറ്റിൽ വെച്ചിരിക്കുന്നത് അതിനൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് മെയിൻറ്റെയിൻ തുറക്കം അടയ്ക്കുകയും ചെയ്യുന്നത് കാൽഷ്യത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വൺസ് കാൽഷ്യം അവിടെ ഇല്ലെങ്കിൽ ഓൾവേസ് ആ ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സോഡിയത്തിൻ്റെ എൻട്രി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡീപോളറൈസേഷൻ നടക്കുകയും എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് ടെറ്റനി ഡെവലപ്പ് ചെയ്യുന്നത്. So, the hyposecretion of parathyroid is rather common following thyroid surgery, ഞാൻ പറഞ്ഞു, in which parathyroid glands are usually removed by mistake along with thyroid tissue. This causes severe hypoparathyroidism that leads to acute hypocalcemic tetany. ഇങ്ങനെയാണ് ടെറ്റനി ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് മസിൽ കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ സോഡിയത്തിൻ്റെയൊക്കെ ഡീപോളറൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സോഡിയത്തിൻ്റെ എൻട്രിയിൽ അവിടെ ഒരു ഗേറ്റിൽ അതിന് എൻട്രി കൊടുക്കുന്നത് കാൽഷ്യമാണ്, കാൽഷ്യം ചാനൽസാണ്. അപ്പോൾ ആ കാൽഷ്യം ചാനൽ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കാൽഷ്യം കുറവാണ്. അപ്പോൾ കാൽഷ്യം കുറവായിരിക്കുമ്പോൾ എന്തായിരിക്കും? ആ ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിട്ട് സോഡിയത്തിൻ്റെ എൻട്രി ഉണ്ടാവും. അപ്പോൾ ഓൾവേസ് അത് ഡീപോളറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കൺട്രാക്ഷൻ നമ്മൾ ടെറ്റനി എന്ന് പറയും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കൺട്രാക്ഷൻസിൻ്റെ പറയുന്നതാണ് ടെറ്റനിക് കൺട്രാക്ഷൻസ്. ഇനി ഇതിൻ്റെ ഹൈപ്പോ പാരാതൈറോയിഡിസത്തിൻ്റെ ഫങ്ഷൻസ് കുറച്ച് സൈൻസ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോ പാരാതൈറോയിഡിസിൽ കാണുന്ന സ്പെഷ്യൽ സൈൻസ് ആണ്. ഫസ്റ്റ് വൺ ചൗസ്റ്റെക് സൈൻ എന്ന് പറയും. ഇറ്റ് ഈസ് എ ക്വിക്ക് കൺട്രാക്ഷൻ ഓഫ് ഫേഷ്യൽ മസിൽസ് ഓഫ് ദ സെയിം സൈഡ് ബൈ ടാപ്പിംഗ് ഓവർ ദ ഫേഷ്യൽ നെർവ് അറ്റ് ദ ആംഗിൾ ഓഫ് ജോയിൽ ഫേഷ്യൽ നെർവ് ടാപ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ചൗസ്റ്റെക് സൈൻ എന്ന് പറയുക. പിന്നെ അടുത്ത ട്രോസിയസ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാസം ഓഫ് ദ മസിൽസ് ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റി ദാറ്റ് കോസസ് the spasm of the muscles of the upper extremity that causes the flexion at the metacarpophalangeal joint and the extension at the interphalangeal joints. Flexion at the metacarpophalangeal joints and extension at the
ഇൻ്റർഫലാഞ്ചിയൽ ജോയിൻറ്റ്സ്. ഈ സൈനാണ് ട്രോസിയോസ് സൈൻ. ഈ സൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോ പാരാതൈറോയിഡിൻ്റെ മെയിൻ പ്രസൻറ്റേഷൻസ് ആണ് ഈ ക്ലിനിക്കൽ സൈൻസ്. ചോസ്റ്റെക് സൈൻസ് എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് ഓൺ ദ ഫേഷ്യൽ നെർവ്, അത് കോസിങ് ദ കൺട്രാക്ഷൻ ഓഫ് ദ മസിൽസ് ഓഫ് ദ സെയിം സൈഡ്, ഫേഷ്യൽ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഓഫ് ദ സെയിം സൈഡ്. ദെൻ ദ ട്രോസിയോസ് സൈൻ എന്ന് പറഞ്ഞാൽ സ്പാസം ഓഫ് ദ മസിൽസ് ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റി ദാറ്റ് കോസസ് ദ ഫ്ലക്ഷൻ ഓഫ് ദ മെറ്റാകാർപ്പോഫലാഞ്ചിയൽ ജോയിൻറ്റ്സ് ആൻഡ് ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഇൻ്റർഫലാഞ്ചിയൽ ജോയിൻറ്റ്സ്. അതാണ് ട്രോസിയോസ് സൈൻ. പിന്നെ അടുത്തത് കാർപ്പോ പെഡൽ സ്പാസം, ആ മസിലിൻ്റെ സ്പാസമാണ്. ആ റിസ്റ്റിൽ ഉണ്ടാകുന്ന നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ദർ ഈസ് സ്പാസം ഓഫ് ദ മസിൽസ് ഓഫ് ദ റിസ്റ്റ് ജോയിൻറ്റ്, അതാണ് കാർപ്പൽ സ്പാസം. that changes the wrist and ankle joints together called കാർപ്പോ പെഡൽ സ്പാസം. അതായത് നമ്മുടെ ആങ്കിളിനും ഇതേപോലെ സ്പാസം ഒരുമിച്ച് വരുവാണെങ്കിൽ കാർപ്പോ പെഡൽ സ്പാസം. കാർപ്പൽ ഇതിലും വരും, അതേപോലെ ആങ്കിളിൻ്റെ അടി വരും. അപ്പോൾ കാർപ്പോ പെഡൽ സ്പാസം. പിന്നെ ലാരിഞ്ചിയോ സ്പാസം, പിന്നെ ഹൈപ്പോ കാൽസീമിയ, അതൊരു കണ്ടീഷനാണ്. പിന്നെ എന്താണ് ഹൈപ്പർ ഫോസ്ഫറ്റീമിയ, അതായത് കാൽഷ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതേ സമയത്ത് അപ്പോൾ എക്സസ് ആയിട്ട് ഫോസ്ഫേറ്റ് ഉണ്ടാവും, അപ്പോൾ ഹൈപ്പർ ഫോസ്ഫറ്റീമിയ ഉണ്ടാവും. ഇത്രയാണ് പാരാതൈറോയിഡിന്. പാരാതൈറോയിഡിൻ്റെ ഈ മെറ്റബോളിക് ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യത്തിൻ്റെ എങ്ങനെയാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ ടെറ്റനി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാം. ഓക്കെ, താങ്ക് യു.